ഇനിയിപ്പോ കുറച്ച് കാലങ്ങൾ ഉള്ളൂ എന്നുണ്ടെങ്കിലും അതാണ് സത്യം പറഞ്ഞാൽ മാറ്റേണ്ടത്. കാരണം അത് ആ പേഷ്യന്റിന് ഭയങ്കര വിഷമമുണ്ടാകും. പ്രൊഫഷണൽ ആയിട്ട് ബോഡി ബിൽഡിംഗ് ചെയ്ത ഒരാളാണ്, എല്ലാവരും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മള് അതിനുള്ള സപ്ലിമെന്റ്സ് എടുക്കേണ്ടി വരും, സ്റ്റീറോയിഡ്സ് എടുക്കേണ്ടി വരും, ഒക്കെ നമ്മള് യൂസ് ചെയ്യാറുണ്ട്. ലാസ്റ്റ് തന്നെ എന്റെ ഉമ്മയും ഞാനും കൂട്ടാണ് ഓനെ വിളിച്ചു കൊണ്ടുപോണത്. ഈ ക്യാൻസർ വന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാനൊരു ബോണസ് ആയിട്ട് കരുതുന്നുള്ളൂ. എന്താന്ന് പറഞ്ഞാൽ ഒന്ന് ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ചെറിയ കുട്ടികൾക്ക് 6 മാസമായ കുട്ടികൾക്ക് 8 മാസമായ കുട്ടികൾക്കൊക്കെ വരുന്നുണ്ട്. അതാണ് ആസിസിയില് ഏറ്റവും വിഷമമുണ്ടാകുന്ന കേസ്. അതാണ് ഈ വീട്ടുകാരുടെ ഒരു ഫസ്റ്റ് റെസ്പോൺസ് എന്തായിരുന്നു? വീട്ടുകാരുടെ അത് ഞാൻ പറയാം. വീട്ടുകാരുടെ കേസ് അവര് സ്നേഹം കൊണ്ട് ചിലപ്പോ പറയും ഇതുപോലെ പുറത്തുനിന്ന് പോകണ്ട, അതുപോലെ ആരോടും പറയണ്ട, നമുക്ക് ഇങ്ങനത്തെ ഒരു അസുഖം വന്നല്ലേ പറയണ്ട എന്നൊക്കെ പറയും. പക്ഷെ ആ അന്തരീക്ഷമൊക്കെ മാറ്റിയെടുത്തിട്ട് മൊത്തത്തില് എല്ലാവരുടെയും മാറ്റിയെടുത്ത്. കാരണം അത് എന്താ പറയാ, അവർക്ക് നമ്മൾക്കൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു മൈൻഡിലാണ് സംസാരിക്കുന്നത്. ശരിക്കും അതല്ല, നമ്മള് ട്രീറ്റ്മെന്റിൽ നിന്നൊക്കെ നല്ലപോലെ പക്കയായിട്ട് വരണോ. ഇനിയിപ്പോ കുറച്ച് കാലങ്ങൾ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഇപ്പൊ അങ്ങനത്തെ ഒരുപാട് കേസുകളുണ്ട്. ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഉള്ള സമയം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സന്തോഷത്തോടെ നിൽക്കല്ലേ നല്ലേ. അപ്പോ എന്താ പറയാ, ട്രീറ്റ്മെന്റ് പക്കയാവും. ഇപ്പൊ എനിക്ക് ഒരു ദിവസം പോലും ലേറ്റ് ആയിട്ടുണ്ടല്ല ട്രീറ്റ്മെന്റ്. എന്നിട്ട് കീമോ പോലും ഒരു ദിവസം ലേറ്റ് ആയിട്ട് പോയിട്ടില്ല. 21 ദിവസം കൂടുമ്പോ തന്നെ ചെയ്തല്ലോ. കാരണം അതിൽ കീമോ 6 പറഞ്ഞു ചെയ്ത്. ഇനിയിപ്പോ ഒരു പെറ്റ് സ്കാൻ പറഞ്ഞിട്ട് 20-ാം തീയതി അതും ചെയ്യാൻ പോണം. ഇതുവരെയൊക്കെ ഓക്കെയാണ്. അതെ. അഫിയന്റെ വീട്ടില് ഫസ്റ്റ് എന്റെ വീട്ടില് എന്റെ ഹസ്ബൻഡ് ആകുമ്പോ അവർക്ക് ഓൾറെഡി ടെൻഷൻ ഉണ്ടാവുമല്ലോ. പിന്നെ ഓൾറെഡി ഉമ്മാക്ക് അറിഞ്ഞോണ്ട് തന്നെ ആ മുഴ ഉള്ളത് ഓൾറെഡി അറിയായിരുന്നു വീട്ടില്. അവർക്ക് ആ സമയം തൊട്ടേ നല്ല ടെൻഷൻ ഉണ്ട്. കാണിക്കാൻ പറയും പറഞ്ഞിട്ട്. ലാസ്റ്റ് തന്നെ എന്റെ ഉമ്മയും ഞാനും കൂട്ടാണ് ഓനെ വിളിച്ചു കൊണ്ടുപോണത്. ഇത് കാണിക്കാൻ പറ്റില്ല, എന്തായാലും വാന്ന് പറഞ്ഞിട്ട് ആ മുള കാണിക്കാൻ കൊണ്ടുപോണത്. ഈ ബാംഗ്ലൂരിൽ നിന്ന് വന്നതിന് ശേഷം എന്നിട്ടാണ് പിന്നെ പറഞ്ഞത് അവിടെ ചെന്നിട്ട് ഇത് കണ്ടിട്ട് പിന്നെ ഡോക്ടർ പെട്ടെന്ന് അങ്ങനെ ഫോളോ അപ്പ് ആയി പോയി. വീട്ടുകാർക്കുള്ളൊരിത് പറയുമ്പോ നമ്മൾ ഈ വീഡിയോസ് സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വീഡിയോസ് ഇങ്ങനെ ഇടലുണ്ട്. ഭയങ്കര പ്രശ്നമായിരുന്നു ഈ സമയത്തൊന്നും അങ്ങനെ ഇടല്ലേ, അവരത് പറയും ഇവരിത് പറയും. അവർക്ക് ഭയങ്കര അങ്ങനത്തെ കുറച്ച് ചിന്ത കൂടുതലുള്ള ടീംസാണ്. അല്ല, അതായത് ഈ പറയുന്ന പോലെ ഈ പെൺകുട്ടികളുടെ വീട്ടുകാർ ഫസ്റ്റ് ചിന്തിക്കുന്ന അയ്യോ എന്റെ മോളുടെ ഹസ്ബൻഡാണ്, അങ്ങനത്തെ ഒരു ഇത് വരുമല്ലോ. അത് ഹസ്ബൻഡിനെ പറ്റി എന്നുള്ളത് രണ്ട് വീട്ടില്, അവളുടെ വീട്ടിലാണെങ്കിൽ അങ്ങനത്തെ ഇതൊന്നുമില്ല. നമ്മുടെ സ്വന്തം വീട് പോലെ തന്നെയാണ്, അങ്ങനെ നോക്കും. പിന്നെ അളിയൻ വരെ അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്റെ അളിയൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. എന്നിട്ട് അത്രയും കമ്പനിയാണ്, അടിപൊളിയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഭാഗത്ത് നിക്ക് ഇതൊരു ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മളൊരു ടോക്ക് വരണമെങ്കിൽ അത് എന്റെ ഒരു ടോക്ക് അങ്ങോട്ട് നമ്മൾ പോയാൽ എന്തായാലും അവരുടെ ഒരു വിഷമിച്ചിരിക്കുന്ന. അതെ, നമ്മളങ്ങനെ ആയിരുന്നില്ല. അവരെന്നെ ചിന്തിക്കും ഇവരെന്തായി കിടന്ന് കാട്ടിക്കൂട്ടി പറഞ്ഞത് സത്യം പറഞ്ഞാല്. കാരണം ഞാൻ എന്റെ സർജറിയുടെ തലേ വരെ ഞാനിങ്ങനെ ഇവളുടെ വീഡിയോസ് എടുത്തു വെച്ച വീഡിയോസ് ഉണ്ടായിരുന്നു. അതൊക്കെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇട്ടിരുന്നു. ആ പോസ്റ്റ് ചെയ്യുമ്പോ ഒക്കെ ഇവർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. എന്റെ വീട്ടിലേക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അത് ഇവളുടെ അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അത് പോസ്റ്റ് ചെയ്യുമ്പോ അതെന്താ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നുള്ള ഇതൊക്കെയായിരുന്നു. അപ്പൊ അതാ പറഞ്ഞേ, എല്ലാവർക്കും വീട്ടിൽ കുറച്ച് പ്രശ്നമാണ്, ഇപ്പൊ ഭയങ്കര പ്രശ്നമാണ്. അതെ, അതായത് സ്വാഭാവികമായിട്ടും മറ്റേ നമ്മൾ പണ്ട് പോലെ കാണുന്നതാണല്ലോ ഈ ഇപ്പൊ പ്രത്യേകിച്ച് ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖം പറഞ്ഞാൽ വേറൊരു അസുഖം പറയുന്നത് പോലെയല്ല. ഇതിപ്പോ ഡയഗ്നോസ് ചെയ്ത് കംപ്ലീറ്റ് ആയി നമ്മുടെ അസുഖം മാറി എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ ഒരു നിത്യ രോഗിയാക്കി അവരങ്ങ് മാറ്റും. പിന്നെ അങ്ങോട്ട് സഹതാപത്തിന്റെ നോട്ടം മാത്രം. എന്തായി, മറ്റേ എന്തോ മോശം നടന്ന് വീട്ടിൽ വന്ന് ചോദിക്കുന്നത് എന്തായി, അങ്ങനെയൊക്കെ ചോദിക്കില്ല. അതാണ് സത്യം പറഞ്ഞാൽ മാറ്റേണ്ടത്. കാരണം അത് ആ പേഷ്യന്റിന് ഭയങ്കര വിഷമമുണ്ടാകും. എന്താ പറഞ്ഞാൽ ആ പേഷ്യന്റ് ചിലപ്പോ ഒന്ന് മനസ്സുകൊണ്ട് വിചാരിക്കണ്ടാവും ഒന്ന് പോസിറ്റീവ് ആവാം എന്ന് വിചാരിക്കണ്ടാവും. അപ്പോഴാവും ഇതേപോലെ ചിലപ്പോ സ്നേഹം കൊണ്ട് വീട്ടിൽ നമ്മൾ കാണാൻ വരും. പക്ഷെ അവർക്കൊരു ഭയങ്കര സോഫ്റ്റ് മൈൻഡ് ആവും. അപ്പൊ അവര് വന്നിട്ട് ചിലപ്പോ കരയും. അപ്പൊ തന്നെ ഒരു കയ്യിൽ നിന്ന് പോകും. പിന്നെ അവിടുന്ന് ഒന്നും പോസിറ്റീവാക്കി വരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോഴത്തെ അടുത്ത ആള് വരും ഇതന്നെ പറയും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മള് പേഷ്യന്റിന് എപ്പോഴും അവിടെ ചെന്നിട്ട് ഇതൊക്കെ ഇതിനൊക്കെ ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇത് കഴിഞ്ഞാലും ലൈഫ് ഉണ്ട്, ഇത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബെസ്റ്റ് ആയിട്ട് വരണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഒരാൾ ആക്കേണ്ടത്. അല്ലാണ്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നിൽക്കും, നമ്മളങ്ങനെ വീണ് പോകും. അതാണ്, അങ്ങനെ ഒരിക്കലും ആക്കരുത്. അതാണ് ഇപ്പൊ എല്ലാ പേഷ്യന്റിനോടും പറയാനുള്ളത് സത്യം. ഇതിപ്പം റിദ്വാന്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് പിന്നെ കാണുന്നത് ക്യാൻസറിന് ട്രീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഭയങ്കര ബോഡി ബിൽഡിംഗ് ആയിട്ടൊക്കെ നടക്കണം. അപ്പം ഫസ്റ്റ് വരുന്ന തൊട്ട് കണ്ടോ ബോഡി ബിൽഡിംഗ് ആയിട്ടൊക്കെ നടന്നിട്ട് ഇങ്ങനെ വന്നു. അപ്പൊ ആ സമയത്ത് യൂസ് ചെയ്ത് എന്തെങ്കിലും ആയിരിക്കും അങ്ങനെ ഒരു പറയണമെന്നുണ്ട്. ഞാന് പ്രൊഫഷണൽ ആയിട്ട് ബോഡി ബിൽഡിംഗ് ചെയ്ത ഒരാളാണ്. എല്ലാവരും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്.
അപ്പൊ നമ്മള് അതിനുള്ള സപ്ലിമെന്റ്സ് എടുക്കേണ്ടി വരും, സ്റ്റീറോയിഡ്സ് എടുക്കേണ്ടി വരും, ഒക്കെ നമ്മള് യൂസ് ചെയ്യാറുണ്ട്. കോമ്പറ്റീഷന് മുന്നേ നമ്മൾ അത് ചെയ്തിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോ അതൊരു പ്രൊഫഷന്റെ ഭാഗമാണ് അല്ലെ. ഇപ്പൊ ബോഡി ബിൽഡിംഗ് വെറുതെ ഒരാൾ ചെയ്യില്ല. അപ്പൊ ഞാൻ ഒരുപാട് വരെ ട്രെയിൻ ചെയ്തിരുന്നു. എന്റെ ഷിനേട്ടാണ് ഇന്നെ ട്രെയിൻ ചെയ്തത്. അപ്പൊ നമുക്ക് ഷിനേട്ടൻ പറഞ്ഞ എന്താണോ അത് നമ്മൾ അവിടെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും, നമ്മുടെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തിരുന്നത് നമ്മൾ എന്താണോ പ്രൊഫഷൻ തെരഞ്ഞെടുക്കുന്നത് അതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗം ആവണമെങ്കിൽ നമ്മുടെ ബോഡി റെഡി ആക്കണം. ബോഡി റെഡി ആക്കാനുള്ള ഒരു കാര്യങ്ങൾ ഒന്നാണ് അത്. അപ്പൊ അത് യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് വന്നെന്നുള്ളത് ഡോക്ടേഴ്സ് ഇതുവരെ ഒരു ഡോക്ടർ പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതുപോലെ ഒരു കമന്റ് ഒക്കെ ഇടുന്ന ഒരുപാട് പേരുണ്ട്. ഇതിപ്പോ ലാസ്റ്റ് വീഡിയോ റിയാക്ട് ചെയ്തിരുന്നത് എന്റെ ആ വിട്ടു സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും ഫസ്റ്റ് തോട്ട് വരുന്ന ഏതായിരിക്കും. അതെ, ഒരുപാട് നെഗറ്റീവ് ഉള്ള കാര്യം തന്നെയാണ്. പക്ഷെ നല്ലതല്ല, ബോഡിക്ക് ഇപ്പൊ നല്ലതൊന്നല്ല. പക്ഷെ അതുകൊണ്ടൊന്നല്ല ഈ ഒരു ക്യാൻസർ ഇതിന്ന് എക്സാക്ട് ഒരു കോഴ്സ് പറയാനില്ല സത്യം പറഞ്ഞാല്. മെയിനായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈല് എന്നുള്ളൊരു സാധനം പറയുന്നുണ്ട്. നമ്മൾ തോന്നിയ പോലെ ഫുഡും കാര്യങ്ങളൊക്കെ അടിച്ച് അങ്ങനെ വരുന്നുള്ളൊരു ഇത് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും എക്സാക്ട് ഇതാണെന്ന് പറയുന്നില്ല. പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ വരാൻ സാധ്യത കൂടുതലാണ്. ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതാണ് പറയുന്നത്. പിന്നെ ചെറിയ കുട്ടികൾക്ക് 6 മാസമായ കുട്ടികൾക്ക് 8 മാസമായ കുട്ടികൾക്കൊക്കെ വരുന്നുണ്ട്. അതാണ് ആർസിസിയിൽ ഏറ്റവും വിഷമമുണ്ടാകുന്ന കേസ്. അതാണ് നമ്മുടെ അടുത്ത ബെഡിലേക്ക് എത്ര ചെറിയ കുട്ടികൾ കിടന്നിട്ട് കരയുന്നതും അവരുടെ അമ്മമാര് കരയുന്നത് കാണുമ്പോ നമുക്കൊന്നുമില്ല, നമുക്ക് പനി ഒന്ന് പോയ പോലെ ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ അത്രയും പെയിനായിട്ട് കിടന്നിട്ട് കരയുന്ന വലിയ ആൾക്കാര്, നമ്മളെ ഏജുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പൊ അതും സ്ട്രോങ് ആവാനുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ ക്യാൻസർ വന്നെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാനൊരു ബോണസ് ആയിട്ട് കരുതുന്നുള്ളൂ. എന്താന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കാൻ പറ്റി.